സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം നമ്മൾ ഇന്നലിട്ട വീഡിയോന് ഏകദേശം അത്യാവശ്യം വ്യൂസും കാണൊക്കെ അടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചു നമുക്ക് പണ്ടത്തെ നമ്മളെ വൈസിറ്റിങ് കാണൊക്കെ ആക്കിയിട്ട് ഗെയിം പ്ലേ കാരണം കിട്ടുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വൈസിറ്റിങ് കാണൊക്കെ കളിക്കാൻ പോയിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഗെയിമിങ് കാണൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ന്യൂ ഗെയിമിങ് കാണൊക്കെ എടുത്തിട്ടുണ്ട്. വൈസിറ്റി 10th ആനിവേഴ്സറി ഗൈസ് നമ്മളിപ്പോൾ ഓണായിട്ടുണ്ട് ഗെയിമിങ് കാണൊക്കെ. ഫസ്റ്റ് നമ്മളെ വൈസിറ്റി കാണുന്ന പോലെ തന്നെ ട്രെയിനും കാര്യമൊക്കെയാണ്. ട്രെയിലർ ഉണ്ട്. പിന്നെ അവരെന്തോ ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു. നമ്മളതൊന്നും മൈൻഡ് ആക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് സ്കിപ്പ് അടിച്ച് വിടാം. എന്തോ ബിസിനസ്സിൻ്റെയും കാര്യമൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇപ്പം ഫസ്റ്റ് മിഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമുക്ക് സ്കിപ്പ് അടിച്ച് വിടാം. നമുക്കിപ്പം വൈസ് ബീച്ച് ഔട്ട്സൈഡ് കെൻ ഓഫീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചെത്ത് വണ്ടി എത്തിയിട്ടുണ്ട്. എണ്ണങ്കാച്ചി വണ്ടിങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ. അപ്പം എന്തൊക്കെ പറയുന്നുണ്ട് അവർ തമ്മിൽ. ഇനിയിപ്പോൾ മറ്റേ അങ്ങനെ നമ്മൾ ഇപ്പം ഇറങ്ങി വരും. നമ്മൾ മെയിൻ സംഭവം ഇറങ്ങി വരും. ഈ സംഭവം പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെയിൻ ക്യാരക്ടർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നടന്നു നോക്കാം ഇനി. നല്ല സ്മൂത്തും കാണൊക്കെ ഉണ്ട്. കാറൊക്കെ ലൈറ്റിലും കത്തുന്നു. നമുക്ക് കാറിനെടുക്കാം, വേഗം കാറെടുക്കാം. കാറെടുത്തിട്ട് എന്തോ മിഷനും കാണൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് തന്നെ അത് ഫോളോ ചെയ്ത് പോവാം. നമുക്ക് നേരെ അപ്പം വണ്ടിക്കാരെ നോക്കാം. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല, സീനൊന്നുമില്ല. പഴയത് വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്പീഡ് ഉണ്ടാവും. പോസ്റ്റെല്ലാം വീണിട്ടുണ്ട്. പോസ്റ്റ് വീണാലും സീനൊന്നുമില്ല കേസ്. നമ്മൾ നേരെ മുന്നോട്ട് തന്നെ പോവുകയെന്ന്. നമ്മളിങ്ങനെ പറപ്പിക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ എന്തോ ലൈറ്റും കാണാൻ ഷെയ്ഡിങ് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ പോകേണ്ട വെച്ചാൽ കുറച്ച് പണിയുണ്ട്. അപ്പം നമുക്ക് കുറേ പോകാനുണ്ട്. മിഷനും കാര്യമൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. അങ്ങോട്ട് പോകണം ഗീസ്. അപ്പോൾ നമ്മൾ സ്ഥലം കാണാൻ എത്തിയിട്ടുണ്ട്. എന്താ നമ്മളെ അടിച്ചു പോയി. ബാക്ക് എടുക്കാം. നമ്മളെ വണ്ടിയെ മുന്നേ നോക്കിയാൽ മനസ്സിലാവും. ഫുള്ളും കാണാൻ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ കിടന്നെന്ന് പറയുന്നത് അതും കാര്യമൊക്കെ നമ്മളിങ്ങനെ പോയി. നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോവുക ഗൈസ്. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് പോവാം. നമുക്ക് ചെത്തായിട്ട് അടിച്ചടിച്ച് തന്നെ പോവാം. നമുക്ക് നമ്മളെ മെയിനായിട്ട് വണ്ടി ഓടിച്ച് പോവാം. വലിയ ലക്ഷ്യബോധമൊന്നുമില്ല ഗൈസ്. എവിടെയാണ് പോകണമെന്ന് അറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. മെയിനായിട്ട് ഇനി കളിക്കാൻ സുഖം വണ്ടി ഓടിച്ച് കളിക്കലാണ് ഗൈസ്. എന്താ സുഖം ഗൈസ്. ആരാണത് ഗൈസ്? അടിച്ചിടാൻ കഴിയുമോ? അടിച്ച് ഗൈസ് അടിക്കാൻ കഴിയുന്നില്ല. ഒരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ എടുക്കുക. സ്കൂട്ടറാണ് പണ്ടത്തെ നമ്മളെ ചേതക്കാന്ന് തോന്നുന്നു. അത് ഞാനങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ വിഷയമാണ് ഗൈസ്. ഇതിൻ്റെ വണ്ടി ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ബൈക്കിങ് ആണൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര വിഷയമുള്ള കാര്യങ്ങളിലാണ് ഇതത്. അപ്പോൾ ഒരു മുത്തിര അടിച്ച് പൊളിച്ചിട്ടുണ്ട് നമ്മൾ. ബൈക്കല്ല സോറി കേസ്, സ്കൂട്ടർ അങ്ങനെയൊക്കെ പറക്കുന്നുണ്ട്. ഇനി എന്നാവുമെന്ന് അറിയില്ല. എവിടെയും പോയി അടിക്കുമെന്ന് അറിയില്ല. നമുക്ക് ഇങ്ങനെ ദൂരെ പോകാൻ പറ്റും തന്നെ. നമുക്കിവിടെ പോകണ്ടേ നോക്കണം. നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പോകാം. നമുക്ക് കേസ് അതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം. എൻ്റെ കേസ് ജസ്റ്റ് മിസ്. നിങ്ങളെ കണ്ടില്ല കേസ്, ജസ്റ്റ് മിസ്സാണ്. ഇപ്പം അടിച്ചേനെ. പക്ഷെ അടിച്ചേനെ പറയുമ്പോൾ കേസ് അടിച്ച് എന്താ കേസ് നമ്മളെ വണ്ടിങ്ങളൊക്കെ അടിച്ചുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നത്. ഒരു നല്ല സൂപ്പർ പോലെ എടുത്തിട്ട് വന്നിട്ട് ഒരു കിണ്ണം കച്ചിട്ട് വണ്ടിക്കാൻ എടുത്തിട്ട് വന്ന് ഏതോ ചങ്ങായി ഉണ്ട്. അവൻ്റെ വണ്ടികളൊക്കെ എടുത്തിട്ട് നേരത്തെ നമ്മളെ സ്ഥലത്തേക്ക് വിടാം വേഗം. നമുക്ക് വണ്ടി കുഴപ്പമില്ല, അത്യാവശ്യം തന്നെ ഡ്രിഫ്റ്റിങ്ങൊക്കെ അടിക്കാൻ വരുന്നുണ്ട്. പ്ലസ് ബ്രേക്കിങ് ഇങ്ങനെ നോക്കി അടിയിൽ നിന്ന് പോകിങ് കാണൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡ്രിഫ്റ്റിങ് തന്നെ റോഡ് നനങ്ങുന്നതുകൊണ്ട് തന്നെ. ഇതിൻ്റെ വണ്ടീൻ്റെ മുന്നിൻ്റെ ആ ബോണറ്റും കാണൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നേരെ പറപ്പിച്ചിട്ട് വിടാം. സൂടി നിരക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് അടിച്ചിട്ട് നമുക്ക് അതൊന്നും സംഭവം ബാക്കിൽ നിന്ന് കാര്യങ്ങളൊക്കെ ടയർ നിരക്കിയിട്ട് വിഷയാക്കിയിട്ടുണ്ട്. അത് കുറച്ച് മാസമായിന്. നമുക്ക് നേരെ എടുത്തിരുന്ന് അടിക്കുന്ന കേസ് എന്താ കേസ്. നമുക്ക് നേരെ അങ്ങനെ പോവാം. സോ ഗൈസ് നമ്മളിപ്പോൾ നടന്നും കാണൊക്കെ ഇനി പോകാൻ പോവുകയെന്ന്. നമ്മൾ ആ വണ്ടി കാണൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം നടന്നും കാണൊക്കെ പോകാൻ ചിന്തിക്കുകയും നമ്മളിപ്പം നടന്നും കാണെ തന്നെ ഗൈസ് നമ്മളിപ്പം തളർന്നു പോയിട്ടുണ്ട്. പിന്നെ എന്നാ പറ്റി അറിയില്ല. കാലിലും മുട്ടെല്ലാം പിടിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക്
ചെറിയ ബൂസ്റ്റ് അങ്ങനെ കൊടുത്ത് തന്നെ ശരിയായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നേരെ നാളെ തന്നെ അങ്ങ് പോവാം. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും നോക്കട്ടെ. ഗൈസ് നമ്മളിപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു പോലീസ് വണ്ടിയാ ഗൈസ് ബട്ടൺ അടിച്ചു പോയി. കാർക്കാരൻ്റെ ബട്ടൺ അടിച്ചു പോയി ഗൈസ്. പോലീസും കാരനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പോലീസ് വണ്ടി എടുത്തുകൊണ്ട് തന്നെ. നമുക്ക് ഏതെങ്കിലും വണ്ടി എടുത്ത് പോയി മുങ്ങാൻ കഴിയും നോക്കട്ടെ ഗൈസ്. ഇനി പറയാൻ കഴിയില്ല. ഈ തവണ പോലീസും കാരനൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പം പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഗൈസ് ബസ്റ്റഡായിട്ടുണ്ട്. അപ്പം നമ്മൾ റോപ്സ് പിടിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം അടിച്ചടിച്ച് കൊല്ലേ പിന്നെല്ലാം. ഒന്നും കൂടി ജയിലിൽ പോകേണ്ടതാണ് നമുക്ക്. വെറുതെ പറഞ്ഞ ഗൈസ്, നമുക്ക് വെറുതെ ഇങ്ങനെ അടിക്കുന്നതാണ് ഒരു തമാശ. ഗൈസ് പോലീസ് ബാഗ് തന്നെ ഉണ്ട്, പറയുന്നത് കേട്ടാൽ അറിയില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ഒന്നുകൂടെ അടിക്കാം. നമുക്ക് വെറുതെ അടിച്ച് കളിക്കാം, സീനിങ്ങനൊക്കെ ഇല്ല ഗൈസ്. അടിച്ച് കളിക്കാൻ പറയുന്നത് തന്നെ പോലീസ് നമ്മൾ മൊട്ടയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളത് സീനാക്കൂല, നമ്മൾ നേരെ പോവുന്നു. നമുക്ക് ഏതെങ്കിലും വണ്ടിക്കാണ് പോകണം. ഇത് നമ്മളിപ്പം പോലീസിനെ നമ്മളെ പേടിച്ചിട്ട് പിന്നെ തൂക്കേണ്ട പരിപാടിയാണെന്ന് അറിയില്ല. നമുക്ക് വേഗം തന്നെ വണ്ടിയും കാണാനൊക്കെ എടുത്തിട്ട് മുങ്ങാം, അതാണ് ഏറ്റവും നല്ലത്. ഇതെന്തോ പറയുന്നത് നമ്മളെ നോക്കില്ല ഗൈസ്, അതിനടുത്ത് പുറത്തിട്ടിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പോകാൻ പോവുന്നു. അത് ഏറ്റവും നല്ല ഐഡിയ. നമുക്ക് സ്പീഡ് പറപ്പിക്കാം, നോക്കണമെന്നും കാഴ്ചയില്ല. പോലീസ് ബാക്കിൽ വണ്ടി എടുത്തിട്ട് വരുമ്പോൾ തന്നെ നാളെയാവും ഗൈസ്. അതുകൊണ്ട് ഗൈസ് ഒന്നുമില്ല, നമുക്ക് വളരെ നേരം പോവാം. സോ ഗൈസ് നമ്മൾ ആ പൊട്ട വണ്ടി എടുത്തിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമുക്കൊരു വീടും കാണാൻ കണ്ടത്. നമ്മളെ വീടിന് മുകളിൽ കയറുന്നുണ്ട് ഗൈസ്. വീട് വേറൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ താഴെ നോക്കുമ്പോൾ നമ്മൾ പോലീസ് കണ്ടോ തന്നെ നമ്മൾ പേടിച്ച്. അതുകൊണ്ട് തന്നെ ഈ വാനും കാണാനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ വന്ന് പിടിക്കൊന്നും കാര്യമൊന്നും അറിയില്ല. ഗൈസ് പിടിച്ചായില്ല ഗൈസ്, ഇല്ല രക്ഷപ്പെട്ട ഗൈസ്. ഞങ്ങളത് കണ്ടില്ലെന്ന് അറിയില്ല. നിങ്ങൾ ഇവിടെ ബാക്ക് അടിച്ച് കണ്ടോ, അത് വിഷയാക്കിനി. നമുക്കിനി ഇതിൻ്റെ അപ്പുറം കടന്നു പോയി നോക്കാമല്ലോ ഗൈസ്. വാനിന് ഒടുക്കട്ടെ വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് കടക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് വിഷമമൊന്നുമില്ല. നമ്മൾ അടുത്തിട്ട് പിടിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇനി റീസ്പോണായിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പം. നമുക്കതിനിപ്പം നല്ല നടന്നു പോവാം. സോ ഗൈസ് നമ്മൾ GTA വൈസ് സിറ്റിയിലെ മെയിൻ വണ്ടി നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ കൈമേൽ വേറെ ഒന്നുമല്ല, നമ്മളെ സ്വന്തം ആംബുലൻസാണ്. ഈ വണ്ടിയെ കടത്താൻ ഈ ഒരു ഗെയിമിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ആംബുലൻസ് എടുത്തിട്ട് കറങ്ങാം. വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാക്കുമ്പോൾ തീ തെറിക്കാൻ അറിയില്ല ബാക്കിൽ നിന്നും. കിണ്ണം കാച്ച ആംബുലൻസ് ആണത്. ഇതിനകത്തിപ്പോൾ എന്തെങ്കിലും രോഗിയൊന്നും ഉണ്ടോ എന്ന് അറിയില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ പോവാം. വൈസ് സിറ്റി ആംബുലൻസ് ഗൈസ്. ബാക്ക് പോക്ക് ഗൈസ് വിഷയമാണ്. നമ്മളിപ്പം പറപ്പിക്കാൻ സമയം കാണാനൊന്നും കാര്യണ്ട. പക്ഷെ അങ്ങോട്ട് നോക്കുക ഗൈസ്. ഇത് മറ്റേ നമ്മളെ ഗോഡ് ലൈഫ് കാണുന്ന തന്നെ പോയും കാണൊക്കെ ഉണ്ട് ഗൈസ്. അപ്പുറം അങ്ങ് ഗൾഫും കാണൊക്കെ ആണെന്നോ അറിയില്ല. പിന്നെ നമുക്ക് നേരെ റോഡിലൂടെ ഇങ്ങനെ പോവാം. പിന്നെ നമുക്ക് നേരെ പറപ്പിക്കാം. അതിൻ്റെ മുകളിൽ കയറ്റാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ കയറ്റാം. ഇനി വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും നമ്മളെ വീഡിയോ അയച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം നിങ്ങളിപ്പം ഒരാൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയക്കോ, മാക്സിമം തന്നെ അയച്ചോ. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കൂട്ടുക. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കുറച്ച് കുറവാണ്. പിന്നെ നിങ്ങൾ പറയുക ഏതെങ്കിലും ഒരു ഗെയിമാണോ പറഞ്ഞോ, ഞാനത് വേണമെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.